ഹലോ ഫ്രണ്ട്സ്, കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 14. രചന ദിവ്യ ജി.കെ. അവതരണം നിള. നീ എന്താണ് അവരുടെ അടുത്ത് നിന്നും പെട്ടെന്ന് ഓടിപ്പോരുന്നത്? എല്ലാവരും എന്തു വിചാരിക്കും? കുറച്ചു സമയം കൂടി അവരുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ? പ്രവീണിന്റെ ചോദ്യം കേട്ടതും കണ്ണിൽ തീക്കനലുമായി ആശ അവനെ രൂക്ഷമായൊരു നോട്ടം നോക്കി. പുകഞ്ഞു കത്തുന്ന അഗ്നിപർവ്വതം പോലെ ആശയുടെയും പ്രവീണിന്റെയും മനസ്സ് തിളച്ചുമറിഞ്ഞു. സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ തന്നെ കൊച്ചാക്കിയെന്ന ചിന്ത പ്രവീണിനും, തന്റെ വീട്ടുകാർക്ക് ഒരു വിലയും കൊടുക്കാതെ പ്രവീണിന്റെ വീട്ടുകാർക്ക് മുൻതൂക്കം കൊടുക്കുന്നെന്ന ചിന്ത ആശയിലും നിറഞ്ഞു നിന്നു. ആശയെ രൂക്ഷമായി അവൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ നോക്കിയിട്ട് അവളോട് സംസാരിക്കാൻ നിൽക്കാതെ അവൻ അവന്റെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി നിന്നു. എല്ലാവരും ഉത്സവം കണ്ടു നിന്നപ്പോൾ ആശയുടെ മനസ്സ് ഇനി എന്തെന്ന ചോദ്യവുമായി പുകഞ്ഞുകൊണ്ടിരുന്നു. ഉത്സവ പറമ്പിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പ്രവീൺ എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുന്നത് ആശ അരിശത്തോടെ നോക്കി നിന്നു. ആർക്കും വാങ്ങിക്കൊടുക്കുന്നതിൽ സങ്കടമോ ദേഷ്യമോ ഇല്ല. തന്റെ സഹോദരന്റെ കുട്ടികൾക്കു കൂടി വാങ്ങിക്കൊടുക്കാത്തതോർത്തപ്പോഴാണ് ആശയിൽ അരിശം നിറഞ്ഞത്. ആശയും പ്രവീണിന്റെ വീട്ടുകാരെ തിരിഞ്ഞു നോക്കാതെ സഹോദരന്റെ കുട്ടികൾക്കും വീട്ടുകാർക്കുമുള്ള സാധനങ്ങൾ ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടി. സ്വന്തമായി ജോലിയുള്ളതും 10 പൈസ കയ്യിലെടുക്കാനുള്ളതും എത്ര നല്ല കാര്യമാണെന്നവൾ ആത്മവിശ്വാസത്തോടെ ഓർത്തു. അപ്പോഴേക്കും അച്ചുവും അച്ഛനും കൂടി അവളുടെ അരികിലേക്ക് വന്നു. എന്തിനാണ് മോളെ കണ്ടതും കടിയതുമൊക്കെ വാങ്ങിക്കൂട്ടുന്നത്? അച്ഛൻ സ്നേഹത്തോടെ ശാസിച്ചപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ട പൊരിക്കടല കുറച്ചധികം വാങ്ങി കയ്യിൽ കൊടുത്തു. അച്ഛൻ അറിയാമല്ലോ, ചേച്ചിയുടെ അടുത്ത് എന്തു പറഞ്ഞാലും അതിന് വിപരീതമേ ചെയ്യത്തോളെന്ന്. പിന്നെ എന്തിനാണ് പറയാൻ പോയത്? അച്ചു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവന്റെ തലയിൽ ഒന്ന് കൊട്ടിയിട്ട് അവൻ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങി അവന്റെ കയ്യിലും കൊടുത്തു. ആശയുടെ ഈ സ്വഭാവം അറിയാവുന്നതിനാൽ അവർ ആരും ഒരു സാധനവും വാങ്ങാറില്ല. അവൾ തിരികെ പോകാറാവുമ്പോൾ കുട്ടികളുടെ കയ്യിൽ കാശും അവർക്ക് 4 പേർക്കും ഉത്സവത്തിന് ഇടാനുള്ള ഡ്രസ്സും എല്ലാ വർഷവും ആശയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പ്രവീണിന്റെ വീട്ടിലുള്ളവർ ഇന്ന് വരെ ഉത്സവത്തിന് ഒരു ഐസ്ക്രീം കൂടി കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത ഓർമ്മ ആശയ്ക്കില്ല. മകൾക്ക് കുഞ്ഞു ജനിച്ച ശേഷം ഉത്സവത്തിനും ഏതൊരു വിശേഷത്തിനും വീണമോൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ പത്മാവതിക്ക് നല്ല ഉത്സാഹമാണ്. മകന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ ഒരു ഉത്സാഹം കാണിക്കാറില്ല. ഉത്സവത്തിന്റെ സകല ചിലവും പോകുന്നതിനു മുന്നേ അവർ പ്രവീണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കും. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ആശ ദേഷ്യം കൊണ്ട് പുകഞ്ഞു. പ്രവിയേട്ടാ, ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. എനിക്ക് ബാത്റൂമിൽ പോണം. തന്റെ അരികിൽ വന്നു നിന്ന് ആർക്കോ വേണ്ടി എങ്ങോട്ടോ നോക്കി കാര്യം പറയുന്ന ആശയെ നോക്കിയിട്ട് പ്രവീൺ പറഞ്ഞു. 10 മിനിറ്റും കൂടി നിൽക്ക്. ഇവരെ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാനും കൂടി വരാം. പ്രവിയേട്ടൻ അവരെ യാത്ര അയച്ചിട്ട് പതുക്കെ വന്നാൽ മതി. എനിക്ക് ബാത്റൂമിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വീട്ടിലുള്ളവർ കാത്തു നിൽക്കുന്നിടത്തേക്ക് അവൾ വേഗം നടന്നുപോയി. ആശയും അവളുടെ വീട്ടുകാരും തന്നെ അവഗണിച്ചെന്ന ചിന്ത വന്നതും പ്രവീൺ ശക്തിയിൽ പല്ലുകടിക്കാൻ തുടങ്ങി. എരിതീയിൽ എണ്ണ പകരാൻ എന്ന പോലെ പത്മാവതി പറഞ്ഞു. നിന്നെ വിളിക്കാതെ അവരെല്ലാം അങ്ങ് പോയല്ലോടാ. നിനക്കവിടെയുള്ള സ്ഥാനം അത്രയേ ഉള്ളൂ. എന്നെ വിളിച്ചില്ലെന്ന് അമ്മയോട് ആര് പറഞ്ഞു? അവിടെയുള്ള എല്ലാവരും എന്നെ വിളിച്ചിരുന്നു. നിങ്ങളെ യാത്രയാക്കിയിട്ട് ചെല്ലാമെന്ന് ഞാനാണ് പറഞ്ഞത്. അതിനിടയിൽ അമ്മ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരരുത്. ഞാൻ ഒന്നിനും വരുന്നില്ലേ. നീയായി, നിന്റെ ഭാര്യ വീട്ടുകാരായി, നമ്മളില്ലേ. നീ എനിക്കൊരു 2000 രൂപ തന്നിട്ട് പോണേ. നാളെ എനിക്ക് ആശുപത്രിയിൽ പോകണം. പേഴ്സ് തുറന്ന് പൈസ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് അവരെ യാത്രയാക്കിയിട്ട് പ്രവീൺ ആശയുടെ വീട്ടിലേക്ക് നടന്നു. അതെന്താ ആശേ നീ അങ്ങനെ പറയുന്നത്? ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. സങ്കടത്തോടെ ചോദിക്കുന്ന അമ്മയെ നോക്കി സങ്കടം കടിച്ചു പിടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ മുത്തി വാക്കുകളിൽ ലാഘവം വരുത്തി ആശ പറഞ്ഞു. നാളെ ഉമ്മിച്ചാമ്മയുടെ ബർത്ത്ഡേ ആണ്. അതാണ് ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞത്. പ്രവിയേട്ടൻ ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ അംബിക പിണങ്ങാൻ ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാണ് കൂട്ടുകാരെ തമ്മിൽ പിണക്കുന്നത്? നിനക്ക് നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിലുള്ള ഉത്സാഹം എന്താണ് ഞങ്ങളുടെ കാര്യത്തിൽ വരാത്തത്? കുട്ടികളെ പോലും നല്ല രീതിയിലൊന്ന് കാണാൻ കിട്ടാറില്ല. കണ്ണു തുടച്ചുകൊണ്ട് പരിഭവം പറയുന്ന അമ്മയെ മുറുകെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് ആശ അലിവോടെ പറഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോൾ 3-4 അവധി ഒന്നിച്ചു വരുമല്ലോ. അന്ന് ഞാനും കുട്ടികളും വന്ന് 2 ദിവസം ഇവിടെ നിന്ന് അമ്മയുടെ പരാതി തീർക്കാം. അവരെ സമാധാനിപ്പിക്കുന്നതിനോടൊപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ അവളും സ്വയം സമാധാനപ്പെട്ടു.
ഇന്ന് പ്രവിയുമായി ഇവിടെ നിന്നാൽ ഉള്ള ദേഷ്യമെല്ലാം വലിയ വഴക്കായി പരിണമിക്കും. വെറുതെ എന്തിനാണ് ഇവിടെയുള്ളവർക്കൊരു സങ്കടമുണ്ടാക്കി കൊടുക്കുന്നത്? അതാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പ്രവീൺ വരുമ്പോഴേക്കും സംസാരിക്കാൻ സമയം കൊടുക്കാതെ ആഹാരം വിളമ്പി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ഇറങ്ങാമല്ലോ. അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞുകിടന്ന് ചിന്തയുടെ ലോകത്തിലേക്ക് പോയപ്പോൾ നിഷയുടെ വിളി വന്നു. ആശേ, പ്രവിയേട്ടൻ വന്നിട്ടുണ്ട്. അച്ചുവേട്ടനും അച്ഛനും കൂടി വിളിച്ച് ആഹാരം കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങളും കൂടി എഴുന്നേറ്റ് വന്നാൽ ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഹാ, ദാ വരുന്നു. അതും പറഞ്ഞ് അമ്മയുമായി ആശ ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ ഡ്രസ്സ് മാറാതെ സാരിയിൽ തന്നെ നിൽക്കുന്ന ആശയെ പ്രവീൺ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവന്റെ നോട്ടം ശ്രദ്ധിക്കാതെ തനിക്കായി വിളമ്പിയ സ്ഥലത്തിരുന്ന് സദ്യ കഴിക്കാൻ തുടങ്ങി. പ്രവീണിന് ദേഷ്യം കൊണ്ട് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ആശ ഉച്ചയ്ക്ക് കഴിക്കാത്ത കേടുകൂടി തീർത്ത് വയറു നിറച്ച് ആഹാരം കഴിച്ചു. കൈ കഴുകാൻ പോയപ്പോൾ ആശയുടെ കയ്യിൽ പിടിച്ചിട്ട് പ്രവീൺ ശബ്ദം താഴ്ത്തി ചോദിച്ചു, നീ എന്താണ് ഡ്രസ്സ് മാറാതെ നിൽക്കുന്നത്? നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല, വീട്ടിൽ പോവുകയാണ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനായി സ്നേഹിച്ച് കണ്ടുപിടിച്ച ആളല്ലേ. ഇവിടെ വെച്ചൊരു പ്രശ്നമുണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്ക് തന്നെയാണ്. അരിശത്തോടെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞിട്ട് അവൾ കൈയും കഴുകി അവനെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി. കൈ കഴുകി പെട്ടെന്ന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രവീൺ പുറത്തിറങ്ങി നിന്നു. ഒരു കെട്ട് സാധനങ്ങളുമായി ആശയും മക്കളും പെട്ടെന്ന് തന്നെ കൂടെ ഇറങ്ങി. ഇതെന്താണ് ഇത്രയും കവറുകൾ? പ്രവീണിന്റെ ചോദ്യത്തിനുള്ള മറുപടി നൽകിയത് ആശയുടെ അമ്മയാണ്. അതിൽ കുറച്ച് അച്ചാറും ചിക്കൻ ഫ്രൈയും ബീഫ് കറിയും ഒക്കെയാണ്. നിങ്ങൾ ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ച് ഞങ്ങൾ തോനെ കരുതിയിരുന്നു. പിന്നെ ഇവിടുത്തെ പറമ്പിൽ പിടിച്ച ഞാലിപ്പൂവനും കുറച്ച് പച്ചക്കറിയുമുണ്ട്. അവർക്ക് ഒരു ചിരി സമ്മാനിച്ച് യാത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് കവറ് വാങ്ങിപ്പിടിച്ച് കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ മുന്നേ നടന്നു. കാറിൽ കയറിയതും ഒരു പൊട്ടിത്തെറിക്കുള്ള ശാന്തത പോലെ ആകെ നിശബ്ദമായിരുന്നു. കുട്ടികൾ ബാക്ക് സീറ്റിലിരുന്ന് ഉറങ്ങാൻ ആരംഭിച്ചപ്പോൾ ആശയും പ്രവീണും രണ്ടു ധ്രുവത്തിലെന്നതുപോലെ ഇരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള സന്തോഷമോ കളിച്ചിരിയോ ഇല്ലാതെ പുകയുന്ന മനസ്സുമായി നിശബ്ദമായ യാത്ര. നീ എന്താടി ഉറങ്ങാതെ ഇങ്ങനെ മുകളിലേക്ക് കണ്ണും നട്ടു കിടക്കുന്നത്? ആദത്തിന്റെ ചോദ്യത്തിന് ആലി മറുചോദ്യം ചോദിച്ചു. എന്റെ അമ്മയും അച്ചാച്ചനും ഇച്ചായനും ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ആദത്തിന് അവരോട് സ്നേഹം കാണുമായിരുന്നോ? അമ്മച്ചിയെയും അപ്പച്ചനെയും സ്നേഹിക്കുന്ന പോലെ എന്റെ അച്ചാച്ചനെയും അമ്മയെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? എല്ലാവരും കാര്യം പറഞ്ഞ് സന്തോഷമായിരിക്കുമ്പോൾ ഞാൻ മാത്രം ജോലി ചെയ്ത് അടുക്കളയിൽ നിന്നാൽ ആദത്തിന് സങ്കടം വരുമോ? മലർന്നു കിടന്നവൻ ചരിഞ്ഞു കിടന്ന് ഒരു കൈകൊണ്ട് തലയ്ക്ക് താങ്ങുകൊടുത്ത് അവളുടെ മുഖത്തു നോക്കിക്കൊണ്ട് ചോദിച്ചു, നട്ടപ്പാതിരയ്ക്ക് നിനക്ക് ക്രാക്ക് പിടിച്ചോ? അവന് നേരെ തിരിഞ്ഞ് അവന്റെ കണ്ണിൽ നോക്കി ശാഠ്യക്കാരിയെ പോലെ ആലി പറഞ്ഞു. ആദം വിഷയത്തിൽ നിന്ന് തെന്നിമാറാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അവർ ജീവിച്ചിരുന്ന കാലത്ത് നിന്റെ അച്ചാച്ചനും അമ്മച്ചിയുമാണെന്ന വേർതിരിവ് ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചതായി നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, ഒരിക്കലും നീ എന്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. അവനിലേക്ക് ചേർന്ന് കിടന്ന് ആലി പറഞ്ഞു. നീ എപ്പോഴാണ് ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ടുള്ളത്? നീ അടുക്കളയിൽ കയറിയാൽ കൂടെ ഞങ്ങൾ 3 പേരും കയറില്ലേ? രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ അമ്മച്ചിയല്ലേ നിനക്കെല്ലാം ഉണ്ടാക്കി കയ്യിൽ തരുന്നത്? പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഉച്ചയ്ക്ക് ആശ വിളിച്ചിരുന്നു. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ ആശ പറഞ്ഞതെല്ലാം വള്ളി പുള്ളി വിടാതെ ആലി ആദത്തോട് പറഞ്ഞു. കുറച്ചു മുന്നേ ബീനയും വിളിച്ചിരുന്നു. അവളും ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാകെ സങ്കടമായി. നിന്റെ ഇപ്പോഴത്തെ പണി കൂട്ടുകാരുടെ കാര്യം കേട്ട് ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെടലാണല്ലോ. പ്രവീൺ എന്തിനാണ് നിൽക്കുന്ന നിൽപ്പിൽ അന്യനെ കണക്ക് സ്വഭാവം മാറ്റുന്നത്? ദേഷ്യം അമർത്തിപ്പിടിച്ച് പറയുന്നവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആദം പറഞ്ഞു. അവന്റെ സ്വഭാവം ഞാൻ കാണാൻ തുടങ്ങിയ നാളു മുതൽ അങ്ങനെ തന്നെയാണ്. അവനൊരു അമ്മക്കുട്ടിയാണ്. അവൻ ആദ്യമായി അമ്മയെ എതിർത്തത് ആശയുടെ പ്രശ്നം വന്നപ്പോഴാണ്. അവർക്ക് അമ്മയ്ക്കും മോനും മോൾക്കും ഒരു സ്വഭാവമാണ്. ഞങ്ങൾ പണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴും അച്ഛനെ ഒറ്റപ്പെടുത്തി അമ്മയും മോനും മോളും ഒന്നായിരിക്കുന്നത് കാണാം. അവർക്ക് പ്രവീണിനോട് വല്ലാത്ത സ്നേഹമാണ്. ആദം അവരെ പൊക്കി പറയാൻ നിന്ന് എന്റെ വായിൽ നിന്ന് ചൊറിയുന്നത് കേൾക്കരുത്. മോന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാണ് ലോകത്തില്ലാത്ത സ്നേഹം. എപ്പോഴും അങ്ങോട്ട് മാത്രം വാങ്ങിയിട്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു മുട്ടായി പോലും വാങ്ങിക്കൊടുക്കാത്തതാണോ മോനോടുള്ള സ്നേഹം? എല്ലാ ആവശ്യത്തിനും കൊടുക്കുന്നത് കൂടാതെ കാണുമ്പോൾ കണക്ക് പറഞ്ഞ് അധിക പൈസ വാങ്ങി മകൾക്ക് കൊടുക്കുന്നതാണോ മോനോടുള്ള സ്നേഹം? ഇത്രയും സ്നേഹമുള്ള അമ്മയൊന്നും കർത്താവ് ആർക്കും കൊടുക്കാതിരിക്കട്ടെ.
നീ എന്തിനാണ് ആലി മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് നമ്മുടെ നല്ലൊരു ദിവസം നശിപ്പിക്കുന്നത്? ആലിയെ ചുറ്റിപ്പിടിച്ച് അവളുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് ആദം ചോദിച്ചു. ഒരൊറ്റ തള്ളിന് ആദത്തിനെ കട്ടിലിന്റെ സൈഡിലാക്കിയിട്ട് എഴുന്നേറ്റിരുന്നു കൊണ്ട് ആലി പറഞ്ഞു. ഞാൻ ബീനയുടെയും ആശയുടെയും കാര്യമോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് സ്നേഹിക്കാൻ വരുന്നത്. മുടി അഴിച്ചിട്ട് യക്ഷിയെപ്പോലെ ഇരിക്കുന്നവളെ നോക്കി ചുണ്ടുകൊട്ടിക്കൊണ്ട് ആദം പറഞ്ഞു. എന്റെ പൊന്നാലി, ബീനയും അബിയും പ്രശ്നങ്ങളൊക്കെ തീർത്ത് സുഖമായി ഉറങ്ങിക്കാണും. നീ അവരുടെ കാര്യമാലോചിച്ച് നട്ടപ്പാതിരയ്ക്ക് കണ്ണും തുറന്നിരുന്നോ? ആദത്തിന്റെ വാക്കു കേട്ടതും ബീനയോടുള്ള കലിയോടെ ആലി പറഞ്ഞു. അവളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അബി ഒന്ന് ചിരിച്ചു കാണിച്ച് ഒരു ഉമ്മ കൊടുത്താൽ അപ്പോൾ മയങ്ങി വീഴും. എത്ര പറഞ്ഞു കൊടുത്താലും കേൾക്കില്ല, പെണ്ണുങ്ങളുടെ വില കളയാനായിട്ട്. അവരുടെ പ്രശ്നം തീർന്നെങ്കിലും ആശയുടെയും പ്രവീണിന്റെയും കാര്യം എന്തായെന്നറിയില്ലല്ലോ. നെടുവീർപ്പോടെ പറയുന്ന ആലിയെ നോക്കി ആദം പറഞ്ഞു. അവരുടെ കാര്യത്തിൽ ഒരാഴ്ചത്തേക്ക് ഇനി ഒന്നും ആവില്ല. രണ്ടും കൂടി മിണ്ടാതെ നടക്കും. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ പഴയതിനേക്കാൾ ശക്തമായി ഒന്നിക്കും. ഇതൊക്കെ നമ്മൾ വർഷങ്ങൾ കൊണ്ട് കാണുന്നതല്ലേ. എന്റെ സുന്ദരിക്കുട്ടി, അച്ചായനെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക്. അത് പറയുന്നതിനോടൊപ്പം അവന്റെ ചൂടുള്ള നിശ്വാസവും ചുണ്ടുകളും കാതിലും കൈകൾ മാറിലും പതിഞ്ഞിരുന്നു. അച്ചായന്റെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്ക്. തന്നെ തള്ളി മാറ്റി പച്ചത്തെറിയും വിളിച്ച് തിരിഞ്ഞു കിടക്കുന്നവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് ഉടുമ്പ് പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു. ഇങ്ങനെ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. കൊച്ചുകുട്ടിയെ പോലെ ചിണുങ്ങി പറയുന്നവനെ ഓർത്ത് പുഞ്ചിരി മറച്ചു പിടിച്ചവൾ അനങ്ങാതെ കിടന്നു. അവളുടെ മൗനം സമ്മതമായി എടുത്ത് അവളെ അമർത്തി പിടിച്ചുകൊണ്ട് സുഖമായ നിദ്രയിലേക്ക് പതിയെ പതിയെ വഴുതി വീണു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.